Hi students. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 22ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് Start ചെയ്യാം. ഓക്കേ. Is 101 a term of arithmetic sequence 13, 24, 35? What about 1001? അപ്പം ഇപ്പൊ ചെയ്തതിനകത്തുനിന്ന് വേറൊരു ടൈപ്പ് ക്വസ്റ്റൻ അല്ലേ. നമുക്ക് ഇപ്പൊ ഒരു സീക്വൻസ് തന്നിട്ട് ഒരു നമ്പർ തന്നിട്ട് ചോദിക്കുവാണ് ഈ സീക്വൻസിന്റെ അകത്തുള്ള നമ്പർ ആണോ. ഓക്കെ, അങ്ങനെ വരാം. അപ്പോൾ നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 അരിത്തമാറ്റിക് സീക്വൻസ് എന്തോടാ? 13, 24, 35 എക്സെട്ര അല്ലേ. എന്നിട്ട് ഇങ്ങനെ പോകാൻ നേരത്ത് ഇതിൻ്റെ ഇടയ്ക്ക് 101 ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ നമ്പർ ഉണ്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോകാൻ നേരത്ത് 1001 ഉണ്ടോ. ഓക്കെ, ഈ രണ്ട് നമ്പേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനായിട്ട് നമ്മൾ ആക്ച്വലി പറയുവാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫോർമുല ഏതാ? നമ്മുടെ ഇക്വേഷൻസും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഷോർട്ട് കട്ടായിട്ടൊക്കെ പഠിച്ചു വെച്ചു. ഏതാണ്? കോമൺ ഡിഫറൻസ് ഇസിക്കൽ ടു പൊസിഷൻ ഡിഫറൻസ് ബൈ ടേം ഡിഫറൻസ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ബേസിക് ഫോർമുലകളത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സിമ്പിൾ ഫോർമുലയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റിനും അല്ലേ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അല്ലെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏത് ഫോർമുലയ്ക്കകത്തുനിന്ന്? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പഠിച്ച ഫോർമുല എന്തുവായിരുന്നു? an is equal to a plus n minus 1 into d. ഈ ഫോർമുലയുടെ അകത്തു നിന്നാണ്. ഈ ഫോർമുല മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിക്കാം. പിന്നെ ഒരു സമ്മിൻ്റെ ഒരു ഫോർമുല കൂടെ ഉണ്ട്, അത് അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പഠിക്കും. പക്ഷേ ഈ ഫോർമുലയാണ് നമ്മുടെ ചാപ്റ്ററിൽ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോർമുല. ഓക്കെ, അതിൻ്റെ ഷോർട്ട് കട്ടായിട്ടുള്ള ഫോർമുലയാണ് കോമൺ ഡിഫറൻസിൻ്റെ ഫോർമുല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഫോർമുലയുടെ അകത്ത് തന്നെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനും ചെയ്യാൻ പോകുന്നത്. പുതിയൊരു ഫോർമുല ഉണ്ടാക്കുവാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ 101 ആൻസർ കിട്ടുന്ന എവിടെയാ? ഇത് അല്ലേ, an ആണ്. an-ന്റെ സ്ഥലത്താണ് അല്ലേ. an എന്ന് പറഞ്ഞൊരു നമ്പറാണ്. എന്ത്? 101. n നമുക്ക് എന്താണെന്ന് അറിയത്തില്ല അല്ലേ. പക്ഷെ നമുക്ക് an എന്ന് പറയുന്നതാണ് നമുക്ക് 101 എന്ന് പറഞ്ഞ നമ്പർ. ഓക്കെ ആണല്ലോ. അപ്പം an നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ എയും അറിയാം. എന്തുവാ? നമുക്ക് 13 അല്ലേ. 13 തന്നിട്ടുണ്ട്. ഡിയും നമുക്കറിയാം. ഡി എന്തുവാ? 24 minus 30. നമുക്ക് സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 11 കിട്ടും. അപ്പം നമുക്ക് ഡിയും അറിയാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ അറിയാത്ത ഒരു സാധനമാണ് നമ്മുടെ n എന്ന് പറഞ്ഞ സാധനം. അപ്പം n കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പം നമ്മൾ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മൾ എ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ പഠിച്ചു, ഡി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ പഠിച്ചു, ഇപ്പം n കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ കൂടെ പഠിക്കുക. ഓക്കെ, ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം കംപ്ലീറ്റ് ആവും അല്ലേ. അപ്പം ഇതാണ് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ടേമിലാണോ ഈ ഒരു നമ്പർ ഈ ഒരു സീക്വൻസിനകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾ തിങ്ക് ചെയ്യുക n കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോടാ. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പം ആദ്യം തന്നെ ഞാൻ ഈ ഫോർമുലയുടെ അകത്തുനിന്ന് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം. എന്നിട്ട് നമുക്കൊരു ട്രിക്ക് ഫോർമുലയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നൈസായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എല്ലാ ക്വസ്റ്റും. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. an-ന്റെ അവിടെ നമുക്ക് എന്തിട്ട് കൊടുക്കാം? 101 ഇടാം. ഇസ് ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ എത്ര ഇടാം? 13 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എത്രയാ? 11 അല്ലേ. അപ്പം ഞാൻ ഈ ഫോർമുല തന്നെ വെച്ചൊന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കിയിടാം. an ഇസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ. ഈ എനെ ഞാൻ ഇവിടെ പോസിറ്റീവ് ആണ്, ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? അത് എന്ന് വെച്ചാൽ an മൈനസ് എ. ഇനി ഡി ഇവിടെ എന്തോ ചെയ്യുന്നത്? ഇൻറ്റു. ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആകും അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആകും, അത് നമുക്കറിയാം. ഇസ് ഈക്വൽ ടു ബാക്കി എന്തോ ഇവിടെ ഉള്ളത്? n മൈനസ് 1. ഈ മൈനസിനെ കൂടെ അപ്പുറത്ത് കൊണ്ടുപോകാം. പക്ഷെ നമുക്ക് ഇത്രയും വെച്ച് അങ്ങ് നിർത്താം. എന്ന് വെച്ചാൽ നമുക്ക് n കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല ഇതാണ്. എന്തുവാടാ? a by d. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി പെട്ടെന്ന് കിട്ടും. എന്ന് വെച്ചാൽ n എന്ന് പറയുമ്പോൾ എത്ര? ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഫോർമുലയ്ക്ക് അകത്തോട്ടുള്ള രീതിയിൽ വരും. എങ്ങനെയാ? 101 മൈനസ് 13 ബൈ ഡി എത്രയാ? 11 ഇസ് ഈക്വൽ ടു n മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡെസിമൽ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അതൊരു ടേം അല്ല. അപ്പം ഇത് സോൾവ് ചെയ്യാൻ നേരത്തെ നമുക്കൊരു ഡെസിമൽ അല്ലാത്ത നമ്പർ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അല്ല, എന്ന് വെച്ചാൽ വോൾ നമ്പർ കിട്ടണം, അത്രേ ഉള്ളൂ. അങ്ങനെ പറയാം. വോൾ നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഓക്കെ ഇത് ഇതിനകത്തുള്ള ടേമാണ്. വോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറയും അല്ല ടേം അല്ല, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും വോൾ നമ്പേഴ്സും അല്ല നാച്ചുറൽ നമ്പേഴ്സ് കിട്ടണം കേട്ടോ. സീറോയും കിട്ടാൻ പാടില്ല. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്കിത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കിയേ? 101 മൈനസ് 13 ചെയ്യുമ്പോൾ നമുക്ക് 88 കിട്ടൂടാ. 88 ബൈ 11 ആണ് നമ്മുടെ ആൻസർ. എത്ര കിട്ടും? നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയേ.
8 കിട്ടത്തില്ലേ? 8 ആണ് നമ്മുടെ എന്ത് സീക്വൻസിലെ ടേം n-1 ഓക്കേ അല്ലേ? അപ്പൊ n എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? n = ഈ ഇതിനെയും കൂടെ അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പൊ എന്താവും? 8+1. അപ്പൊ 8+1 9th ടേം ആയിരിക്കും എന്തെന്ന് പറയുന്നത്. അതും കൂടെ നമുക്ക് കിട്ടി അല്ലേ? 101 എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലേ? അപ്പൊ എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് കിട്ടി, ഡിവൈഡ് ചെയ്യാനും പറ്റി. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് പറയാം? അതൊരു ടേം ആണെന്ന് പറയാം. ടേം ആണോ? യെസ്. നമ്മുടെ ക്വസ്റ്റൻ എന്തുവായിരുന്നു? ഈസ് 101 എ ടേം ആണോ? യെസ്. കാരണം എന്താ? നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റി അല്ലേ? പിന്നെ അടുത്തൊരു സാധനം കൂടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് അത് ചോദിച്ചിട്ടില്ല, നമുക്ക് എന്നാലും ജസ്റ്റ് പറയുവാണ്. എത്രാമത്തെ ടേം ആണെന്നും കൂടെ നമ്മൾ ജസ്റ്റ് പറയുക. എത്രാമത്തെ ടേം ആടാ? 9th ടേം ആണ് 101. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്ത് നോക്കാമല്ലോ. ഈസ് എന്തുവാ 1001 ടേം. എന്ത് ചെയ്താൽ മതി? നമുക്ക് ജസ്റ്റ് ഇവിടെ എന്തോ റബ്ബ് ചെയ്യാനുള്ളത്, ഈ ഇത്ര സാധനം ഞാൻ റബ്ബ് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിനി 1001 നോക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ഈസ് 1001 എ ടേം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഫോമുല അല്ലേ, ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഫോമുല അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റൂടാ? നമുക്ക് 1001 മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മാറ്റമില്ല അല്ലേ? ഈ ക്വസ്റ്റിനകത്തും 13 തന്നെയാണ്. ഡിവൈഡ് ബൈ ഡിയും മാറ്റമില്ല, 11 അല്ലേ? മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 988 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ മൈനസ് ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ 11. പക്ഷെ നിങ്ങൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 89 പോയിന്റ് സംതിങ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പോയിന്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? അപ്പൊ തന്നെ നമുക്ക് പറയാം therefore 1001 is not a term of this sequence എന്നൊക്കെ എഴുതാം. ഇത്രേ ഉള്ളൂ. സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും കൊണ്ട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിയുവാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. താങ്ക് യു.